ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ചൂട് കാലത്ത് മനസ്സും ശരീരവും ഒക്കെ തണുപ്പിക്കാനും വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുന്തിരി സർബത്താണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു മുന്തിരി സർബത്ത് തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാൻ മുന്തിരിയെ മിക്സിയിലിട്ട് അരയ്ക്കാതെയും കൈകൊണ്ട് പിഴിയാതെയുമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ മുന്തിരിയിലേക്ക് പഞ്ചസാര ഒന്നും തന്നെ ചേർക്കാത്തത് നമ്മുടെ സർബത്തിന് പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി സർബത്ത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. മുന്തിരി സർബത്ത് തയ്യാറാക്കാനും വേണ്ടിയിട്ട് 1 കിലോ അളവിൽ മുന്തിരിയെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. മുന്തിരിയെ വാങ്ങുമ്പോൾ തലേ ദിവസം തന്നെ ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷമായിരിക്കണം പിറ്റേ ദിവസത്തേക്ക് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മുന്തിരിയെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു പാനിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് 1 നുള്ളുപ്പും കൂടി ചേർക്കണം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന മുന്തിരിയെ കൂടെ ചേർത്ത് കൊടുക്കണം. മുന്തിരിയെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. മുന്തിരിയെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയും കൂടി യോജിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയാൽ കുറച്ച് മുന്തിരിയെ നമുക്കൊന്ന് കോരിയും കൂടി മാറ്റാം. ഈ ഒരു മുന്തിരിയെ നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലവണ്ണം തന്നെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരമാണ് മുന്തിരിയെ നമുക്കിതുപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കേണ്ടത്. മുന്തിരിയെ ഇളക്കി തിളപ്പിച്ചെടുക്കുമ്പോഴാണ് മുന്തിരിയുടെ എല്ലാ ഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഈ തവി വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചുടച്ച് വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന സർബത്തിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്നും മുന്തിരിയെ അടിച്ചെടുക്കുന്നില്ല. കയ്യിലുകൊണ്ട് നല്ലതുപോലെ ഉടച്ചുടച്ച് വേവിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മുന്തിരിയുടെ ജ്യൂസ് എല്ലാം തന്നെ നമുക്ക് അരിച്ചെടുക്കാനും സാധിക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുന്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. നല്ലതുപോലെ തണുത്ത് വന്നപ്പോൾ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുവാണ്. മുന്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഉടച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ മുന്തിരി ജ്യൂസിനെ ഞാനിവിടെ എല്ലാം നല്ലവണ്ണം തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കട്ടിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് തണുപ്പിക്കാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. മുന്തിരി ജ്യൂസ് നല്ലതുപോലെ തണുത്ത് വന്നപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ സർബത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. സർബത്ത് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്ത കൂട്ടുകാർ ഒന്ന് കണ്ടു നോക്കണേ. സർബത്തിന്റെ കൂടെ തന്നെ കുറച്ച് ചിയ സീഡ്സ് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മുന്തിരി ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുന്തിരി ജ്യൂസ് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല മുന്തിരിയെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുന്തിരിയെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കയ്യിൽ ഉപയോഗിച്ച് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കണം. ഐസ് ക്യൂബ് കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുന്തിരി സർബത്ത് ഇവിടെ റെഡിയാണ്. നമ്മുടെ സർബത്തിന് നല്ല മധുരമുള്ളത് കൊണ്ടാണ് ഞാനിതിലേക്ക് പഞ്ചസാര ഒന്നും തന്നെ ചേർത്ത് മുന്തിരിയെ വേവിക്കാഞ്ഞത്. നിങ്ങളുടെ കൈവശം സർബത്തില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് വേണം മുന്തിരിയെ വേവിച്ചെടുക്കാനായിട്ടും. സർബത്തിന് പകരമായിട്ടും നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്തും ഇതിനെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, വളരെ എളുപ്പത്തിൽ മുന്തിരിയെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാതെ തന്നെ നല്ല കിടുക്കാച്ചി സർബത്തിനെ തയ്യാറാക്കിയെടുത്തത്. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കരുവാളിപ്പിനെ തടയാനും മുഖ സൗന്ദര്യം നിലനിർത്താനും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ തണുപ്പിക്കാനായിട്ടും ഈ ഒരു സർബത്ത് നിങ്ങൾക്ക് വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറന്നുപോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ നിർത്തുവാണ് കൂട്ടുകാരെ. നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.